വി ഡി സതീശൻ പറഞ്ഞ ബോംബ് പാലക്കാട്ടെ BJP നേതാവ് കൃഷ്ണകുമാറിൻ്റെ നേർക്ക് എറിയാനുള്ളതാണ്. പക്ഷേ എറിഞ്ഞെറിഞ്ഞ് തേഞ്ഞ് നനഞ്ഞ് ചീറ്റിപ്പോയൊരു ബോംബാണ്. മാത്രമല്ല, അതിനകത്ത് ഞാൻ കാണുന്നത് ഒരു വലിയ മാനുഷിക പ്രശ്നമുണ്ട്. കാരണം കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, സഹോദരിയോ മറ്റോ ആയിരിക്കുന്നൊരു സ്ത്രീ ഒരു സ്വത്ത് തർക്കത്തെ തുടർന്ന് കൃഷ്ണകുമാറിനെതിരെ കേസ് കൊടുക്കുന്നു, സിവിൽ കേസ് കൊടുക്കുന്നു, പിന്നൊരു പീഡന കേസ് കൊടുക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു, കഴമ്പില്ല എന്ന് പറയുന്നു. അവസാനം ഈ സിവിൽ കേസ് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ JFMCയിൽ വരുന്നു. അവിടെ കോടതി കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2024 കോടതി തന്നെ ഇങ്ങനൊരു കേസേ ഇല്ല എന്ന് പറഞ്ഞ് തള്ളി. വ്യാജ ആരോപണമാണെന്ന് തള്ളിയ കാരണം വസ്തുത വീണ്ടും പൊക്കിക്കൊണ്ടുവരികയാണ് സതീശൻ എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വീണ്ടും ഈ പരാതിക്കാരി എല്ലാ കേസും തീർന്ന് കോടതി ഇങ്ങനെ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞതിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിന് ഈ പറയുന്ന ബന്ധു ഒരു കത്തയച്ചിരിക്കുന്നു. അതാണത്രേ ഇന്നലെ സതീശൻ പറഞ്ഞ ബോംബ്. സതീശൻ ഇതാണ് ഞാൻ പറഞ്ഞ ബോംബെന്ന് പറഞ്ഞിട്ടില്ല. ഇത് വേറെ ആരുടെയെങ്കിലും ബോംബും ആകാം, സതീശൻ്റെ ബോംബാവണമെന്നില്ല. ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം വി ഡി സതീശനും കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാനിതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കണ്ടില്ല. ബട്ട് സി കൃഷ്ണകുമാർ TV-യിൽ പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇതൊരു വസ്തു തർക്കമുണ്ടായി ചേട്ടത്തി അനിയത്തിയും തമ്മിൽ. അപ്പോൾ ചേട്ടത്തിയാണ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ. അപ്പോൾ വസ്തു തർക്കം സാധാരണ സിവിൽ കേസ് മൂത്ത് വാശിയൊക്കെ ആയി കഴിയുമ്പോൾ അത് ക്രിമിനൽ കേസുമാകും. എന്നെ തല്ലി കുത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ക്രിമിനൽ കേസ് വരുന്നത്. ക്രിമിനൽ കേസ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പരാതി കൊടുത്ത് കേസാക്കിയതാണ്. ആദ്യം പീഡന കേസ്, പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്കി, ഗാർഹിക പീഡനമാക്കി. എന്തു വാങ്ങിക്കോട്ടെ, പീഡനം തന്നെ ഡൊമസ്റ്റിക് വയലൻസിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെടുത്താം. ഏതായാലും കൃഷ്ണകുമാർ ബ്രീഫായിട്ട് പറഞ്ഞതാണ്, ഒരു സിവിൽ കേസും ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസും ഉണ്ടായിരുന്നു. രണ്ടും കോടതിയിൽ ജൂലൈ 24 കോടതി തള്ളി. 2015 മുതൽ പലതവണ ഈ ആരോപണം കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തു. രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവന്നു, തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നൊന്നും ഏൽക്കാത്ത ഒരു ആയുധമാണ്. രാജീവ് ചന്ദ്രശേഖർ പുതിയ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ചരിത്രമൊന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിഭ്രമിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത അങ്ങേർക്ക് ഫ്രഷ്. സതീശൻ ഇത് പറയുകയും അതിന് തൊട്ടടുത്ത ദിവസം ഈ പരാതിക്കാരി രാജീവ് ചന്ദ്രശേഖരന് കത്തയക്കുകയും, അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം ഉണ്ടായതിനു ശേഷം പാലക്കാട് നിന്ന് ഈ കത്ത് പോവുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ല. അത് കത്ത് കുത്തിപ്പൊക്കിയത് തന്നെയാണ്. ബട്ട് ഒൺലി തിങ്, സതീശനാണോ ഇതിൻ്റെ പിന്നിൽ? സതീശൻ പറയാൻ പറ്റില്ല. ഈ അമിതാവേശം കയറി മറ്റേതെങ്കിലും കോൺഗ്രസ്സുകാർ ചാടിക്കയറിയിട്ട് ബോംബ് ഞാൻ ആദ്യം പൊട്ടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നെടുമുടി വേണുവിൻ്റെ കയ്യിൽ നിന്ന് ജഗതി വാങ്ങിച്ചിട്ടാണല്ലോ ഉടയ്ക്കുന്നത്. തേങ്ങ ഉടക്കി സ്വാമി. അതോടെ ആ തേങ്ങയുടെ ഇഫക്റ്റ് പോയി. ഇന്നസെൻറ്റിനൊന്നും സംഭവിച്ചില്ല, വെറുതെ തേങ്ങ ഉടഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുപോലെ ഇത് ചീറ്റിപ്പോയി. കൃഷ്ണകുമാറിനൊന്നും സംഭവിച്ചില്ല. കൃഷ്ണകുമാർ ഇന്നസെൻറ്റിനെ പോലെ നിൽക്കുകയാണിപ്പോൾ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് കൃഷ്ണകുമാറിനെ തന്നെ ഒന്ന് ആക്രമിച്ചേക്കാം എന്ന് പറഞ്ഞൊരു ആശയം എവിടെയോ മുളപൊട്ടി വരുന്നത്? റെഡിലി ഈ സാധനം അവൈലബിൾ ആണ്. അതുകൊണ്ട് പാലക്കാട് ഇലക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? പാലക്കാട് ഇലക്ഷൻ ഉണ്ടാവാം, കൃഷ്ണകുമാറിനുള്ള വ്യക്തിപരമായ വിദ്വേഷമുള്ളവരുണ്ടാവാം. അവരും ഈ സമയത്താണല്ലോ അവരുടെ ദേഷ്യം തീർക്കുന്നത്. ഒരാൾ വൾണറബിൾ ആണെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് പഴയൊരു കണക്ക് തീർക്കാനുണ്ട്, അതുകൊണ്ട് നമ്മളും കൂടെ ചേർന്നിട്ട് അയാളെ അടിക്കുക. ഇതെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം വരും അതിനകത്ത്. ആകെ ഉറപ്പിക്കാനുള്ളത് ഈ ബോംബാണ് വി ഡി സതീശൻ ഉദ്ദേശിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് ഇത് വാർത്തയായിട്ട് വരുന്നു. ഇന്നലെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാധാരണ എല്ലാ കാര്യത്തിലും BJP വിരുദ്ധ, ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുന്ന കുപ്രസിദ്ധനായ മാധ്യമപ്രവർത്തകൻ അരുൺകുമാറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടു. ഈ സതീശൻ എന്തായി പറയുന്നത്? സതീശൻ ഇപ്പോൾ BJPക്കെതിരെ പറയാനാണെങ്കിൽ പണ്ട് കൃഷ്ണകുമാറിനെതിരെ പല ഇലക്ഷനിലും പറഞ്ഞ് ചീറ്റിപ്പോയൊരു പടക്കമുണ്ട്, ചിലപ്പോൾ അതായിരിക്കും പറയാനുള്ളത് എന്ന് മാധ്യമപ്രവർത്തകർക്ക് അരുൺകുമാറിന് വരെ അറിയാം ഇത് ചീറ്റിപ്പോയ കേസാണെന്ന്.
അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ പോലും കൃഷ്ണകുമാറിൻ്റെ പേര് പറയുമ്പോൾ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു തോന്നലുണ്ടാക്കും. അപ്പോൾ ശരിക്കും കോടതി പോലും കുറ്റവിമുക്തനാക്കിയ കാമ്പില്ല കഴമ്പില്ല എന്ന് കണ്ട കാര്യം വീണ്ടും വാർത്തയാക്കി വരുന്നത് ഒരാളെ അപകീർത്തിപ്പെടുത്തലല്ലേ? അപകീർത്തിപ്പെടുത്തലൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശമുണ്ടല്ലോ, ഇപ്പോൾ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യലോ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ഉദ്ദേശം. ഇത് ഈ ബാലൻസിങ് പോയിൻ്റ് സ്കോർ ചെയ്യുക. ഒരു ടി വി ചർച്ചയിൽ വരുമ്പോൾ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ കൃഷ്ണകുമാറിനെതിരെ ആരോപണം വന്നതല്ലേ, അല്ല അത് പഴയതോ പുതിയതോ വന്നോ, സംഗതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മളത് പറഞ്ഞ് തർക്കിക്കേണ്ട. ഞങ്ങളുടെ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആരോപണം വന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ കൃഷ്ണകുമാറിന് ആരോപണം വന്നു, ഇങ്ങനെ പറഞ്ഞ് ഇതങ്ങ് സ്മൂത്തായിട്ട് സാമാന്യവൽക്കരിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യും, ഇല്ല അത് കോടതി തള്ളിയതാണ്. എൻ്റെ പൊന്നെ, കോടതി തള്ളിയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു, ആരോപണം ഉണ്ടായല്ലോ. രാഹുലിൻ്റെ കോടതിയിൽ പോലും എത്തിയിട്ടില്ല, നിങ്ങളുടെ കോടതിയിൽ എത്തി തള്ളിയെന്ന് നിങ്ങൾ പറയുന്നു. ശരി, സമ്മതിച്ചു, സംഭവം ഉണ്ടായല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് ആരോപണം വന്നല്ലോ. ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇങ്ങനെ പിടിച്ചു നിൽക്കാം. ആങ്കർമാർക്കും പറയാം. നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസ്, BJP, CPM എല്ലാവരുടെ പേരിലും ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ BJPക്കാരും എൻ്റെ പേരിൽ ആരോപണമൊന്നുമില്ല, കൃഷ്ണകുമാറിൻ്റെ പേരിൽ ആരോപണം വന്നില്ലേ, അല്ല അത് അത് കോടതി തള്ളിക്കളഞ്ഞോ ഇല്ലേ, ആരോപണം വന്നതല്ലേ, അത്രയും ഞാൻ പറഞ്ഞോളൂ. അപ്പം നിങ്ങൾ ചാടിക്കിടങ്ങുന്നത് എന്തിനാ? ഇതാണ് അല്ല, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഒരു ബിൽഡപ്പ് ഉണ്ടാക്കുകയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ വല്ല വിചിത്രമായ കാര്യങ്ങളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കത്തി വന്നപ്പോൾ ഇന്ന് പ്രൈം ഡിബേറ്റിന് ഞാൻ പോകുന്നില്ല, അവധിയെടുത്തേക്കാൻ തീരുമാനിക്കുന്ന ആങ്കർമാരും കേരളത്തിലുണ്ട്. അല്ല, മാധ്യമരംഗത്ത് ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്തേക്കാൾ കൂടുതലാണ് ഇത്തരം കേസുകൾ. അവർ മൂടിവെച്ച FIR-കളാണ്, കുറ്റപത്രമായ കേസുകൾ മാധ്യമപ്രവർത്തകരുടെ പേരിൽ. അതാരും മിണ്ടില്ല. അതൊക്കെ ഉണ്ട്. ഇപ്പം താല്പര്യമുണ്ട് സുനിലിന്. ഞാൻ വേണമെങ്കിൽ കുറ്റപത്രത്തിൻ്റെ കോപ്പി സംഘടിപ്പിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്ത് താല്പര്യക്കുറവ്? അല്ല, ഞാനിങ്ങനെ ഈ ആരോപണ വിധേയനായ ഒരാളുള്ള ചാനലിലേക്ക് ഇപ്പം അവിടെ ഈ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്ന ഒരു സെക്ഷനുള്ളൊരു ചാനലുണ്ട്. അപ്പോൾ ചോദിക്കും, നിങ്ങളിതൊക്കെ പറയും നിങ്ങളുടെ ഇന്ന ആൾക്കെതിരെയില്ലേ? ഉടനെ ആങ്കർ പെട്ടു, അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഏതായാലും ഈ കഴിഞ്ഞ ദിവസത്തെ ഭീഷണി TG വിചാരിക്കുന്നുണ്ടോ? VD സതീശൻ BJPക്കും CPM-നുമെതിരെ വിരൽ ചൂണ്ടി നടത്തിയ വെല്ലുവിളി അദ്ദേഹം നടപ്പാക്കും എന്ന് കരുതുന്നുണ്ടോ? നടപ്പാക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നടപ്പാക്കിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ആളുകൾ കളിയാക്കില്ലേ, ചേട്ടാ ആ ബോംബ് എവിടെ, ദിവസം കുറേ ആയല്ലോ ചേട്ടൻ പേടിപ്പിച്ചിട്ട്. ഇത് വല്ലാത്ത ഇഷ്യൂ ആകും അത്. പക്ഷേ LDF-ലെ ബോംബിനെ കുറിച്ച് സൂചന വന്നു കഴിഞ്ഞു. IAS-കാരിയെ പീഡിപ്പിച്ച മന്ത്രി എന്നല്ലേ? അതെ, ഇതിപ്പോൾ ഏത് മന്ത്രി ഏത് IAS-കാരി അത് പുറത്തു വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ വന്നത് അത് സതീശൻ സ്പോൺസർ ചെയ്ത ബോംബല്ല, അത് വേറെ ആരോ സ്പോൺസർ ചെയ്തതാണ്. സതീശനെ മണിയടിക്കുക, പിന്നെ സ്വതസിദ്ധമായ അമിതാവേശം, ഇതൊക്കെ കൊണ്ട് ആരെങ്കിലും ചെയ്തതാവാനാണ്. സന്ദീപ് വാര്യരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ആരുടെയും പേരൊന്നും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പറയുന്നുണ്ട്. സന്ദീപ് വാര്യരാണ്. മുമ്പും സന്ദീപ് വാര്യർ പാർട്ടിക്കകത്തുണ്ടായിരുന്ന സമയത്തും കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഇത് കുത്തിപ്പൊക്കി ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ സന്ദീപ് ഉണ്ടെന്ന് പറയുന്നു. ഐ ഡോണ്ട് നോ, ഐ വിൽ നോട്ട് നെയിം എനിബഡി, ബട്ട് ഐ തിങ്ക് VD സതീശൻ ഉദ്ദേശിച്ച ബോംബല്ല ഇത്. കാരണം ഈ ബോംബ് VD സതീശൻ ഇത്ര നിസ്സാരമായൊരു സാധനം കുത്തിപ്പൊക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഡെസ്പറേറ്റ് അല്ല സതീശൻ. സതീശൻ്റെ കയ്യിൽ ഇതിലും ഭേദപ്പെട്ട കുറച്ച് കഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുണ്ട് താനെ. രാഷ്ട്രീയത്തിൽ ആരും മോശക്കാരൊന്നുമല്ല ഇക്കാര്യത്തിൽ. പിന്നെ BJP-യിലും ഒരു പരിധി വിട്ട് ആരും ഇത് ചെയ്യില്ല. BJP-യിലും ഞാൻ കേട്ടിട്ടൊക്കെയുണ്ട്, പക്ഷേ ഇതിനൊന്നും അടിസ്ഥാനം എൻ്റെ കയ്യിലില്ല. ഞാൻ അന്വേഷിച്ച് പോയിട്ടുമില്ല. കാരണം ഞാനിങ്ങനത്തെ ഇത്തരം സെക്ഷൽ ആരോപണങ്ങൾ പൊതുവേ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താറില്ല. അതല്ലാത്തത് ചെയ്യാറുണ്ട്. സെക്ഷൽ ആരോപണങ്ങളെ ഞാനങ്ങ് വിടുകയാണ് പതിവ്. അതിൻ്റെ പിന്നാലെ ഞാൻ പോകാറില്ല. അതൊരു ടു മച്ച് പേഴ്സണൽ അറ്റാക്കായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് അത് വെച്ച് ഞാൻ ആരെയും അറ്റാക്ക് ചെയ്യാറുമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ മുത്തുച്ചിപ്പി കഥകൾ ഒരുപാട് വരുമെന്ന് തോന്നുന്നു.
അല്ല അത് നമുക്കൊക്കെ താല്പര്യമുള്ള കഥകളാണ്, അതുകൊണ്ടാണല്ലോ അതിന് സർക്കുലേഷൻ, വ്യൂവർഷിപ്പ് ഉണ്ട് അതിന്. അത് നിഷേധിക്കുന്നത് എന്തിന്? ഒരു പത്തലിൽ സാരി ചുറ്റി ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഗംഭീര വ്യൂവർഷിപ്പാണ്. ഞാൻ നമ്മളെ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നപ്പോൾ ഞാൻ ഡൽഹിയിൽ ഒരു ബ്യൂറോക്രാറ്റിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് വലിയ പ്രശ്നമാണ്. പുള്ളി പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച ഉടനെ പുള്ളി വീണ്ടും വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ദർ മസ്റ്റ് ബി സം ലേഡി ഇൻ ദാറ്റ് ഇഷ്യൂ. ഞാൻ പറഞ്ഞു അതെ അതെ ഉണ്ട്, സ്വപ്ന സുരേഷ്. ഐ നോ ഇഫ് ഇറ്റ് ഈസ് കേരള ദർ ഹാസ് ടു ബി എ ലേഡി. അതിൻ്റെ ഒരു കൂട്ടങ്ങനെയാണ്. നമ്മളെപ്പറ്റി അവരുടെ റേറ്റിംഗ് ആണത്. മലയാളികൾക്ക് ഒരു സ്ത്രീയും അതേ ചുറ്റി കള്ളക്കടത്തോ കള്ളനോട്ടടിയോ മയക്കുമരുന്നോ എന്താണെങ്കിലും അതിൻ്റെ നടുക്ക് ഒരു സ്ത്രീ വേണം. അപ്പോൾ നമ്മൾ വലിയ കാര്യം. അതൊരു കമ്പിൽ സാരി ചുറ്റിയാലും മതി, അത് മതി. സതീശൻ ഉൾപ്പെടെ സകലരും അത് ചാടി പിടിച്ചോളും. അത് ചാടി പിടിക്കും. ചാനലുകാർ പിന്നെ കിടത്തിപ്പുറപ്പിക്കില്ല. ധാർമ്മികതയുടെ ഇത് റിപ്പോസിറ്ററി മുഴുവൻ ഇപ്പോൾ ചാനലിലാണ്. ഏതായാലും പാവം കൃഷ്ണകുമാറിനെ വെറുതെ വിട. അപ്പോൾ അല്ല, രാഷ്ട്രീയത്തിൽ കൃഷ്ണകുമാറിനെ വെറുതെ വിട് എന്നൊന്നും ഞാൻ പറയില്ല. കൃഷ്ണകുമാറിനോട് പ്രത്യേകിച്ച് ദയൊന്നും ആരും കാണിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം പറയുന്നത് എൻ്റെ ഭാഗത്ത് മെരിറ്റ് ഉണ്ടപ്പോൾ ഈ കേസ് ഉണ്ടായിരുന്നു, കേസ് തള്ളിപ്പോയി. ഓക്കെ, കോടതി ഉത്തരവുണ്ട്, പിന്നെ എന്തിനെടുത്തിട്ട് അലക്കുന്നു? ഇപ്പോൾ പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുമ്പോൾ ഇത്തരം അലക്കുകളുണ്ടാകും. അതിൽ കൃഷ്ണകുമാർ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. നേരത്തെ മുതൽ ഇതുപോലത്തെ ആരോപണങ്ങൾ, അടിപിടി, പ്രശ്നം, കുത്തിത്തിരിപ്പ്, ഉള്ളിലെ ബഹളം ഇതെല്ലാം ഫേസ് ചെയ്തൊരു മനുഷ്യനാണ് കൃഷ്ണകുമാർ. അപ്പോൾ അങ്ങേർക്ക് ഇപ്പോൾ ഇവരുടെ ദയയുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ വിടൂ എന്നും പറയേണ്ട കാര്യമില്ല. വെറുതെ വിടണ്ട, നിങ്ങളൊന്ന് ആക്രമിച്ച് നോക്കുക കൃഷ്ണകുമാറിനെ. ഹി ഹാസ് മെറ്റീരിയൽ ടു പ്രൂവ്. നോക്കാം എന്ന് പറയാം അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.